വടക്കേക്കര പഞ്ചായത്തിലെ റോഡ് നിർമ്മാണത്തിനുള്ള 1,08,00,000 രൂപ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് നഷ്ടമായി. പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം സ്തംഭനത്തിലാക്കി. വടക്കേക്കര പഞ്ചായത്തിലെ LDF ഭരണസമിതിയുടെ ഭരണപരാജയത്തിനും വികസന വെടിപ്പിനുമെതിരെ വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MD മധുലാൽ അധ്യക്ഷനായി. പ്രകടനത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് വലിയപറമ്പിൽ, കുഞ്ഞിത്തൈ സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് തച്ചിലേത്ത്, വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടങ്ങയിൽ, വടക്കേക്കര പഞ്ചായത്ത് അംഗങ്ങളായ PA ആന്റണി, ജിൽജോ പാണ്ടിപ്പിള്ളി, ബീന രത്നാകരൻ, KT നിതിൻ, മിനി ഉദയൻ, അജിത ഷൺമുഖൻ, നികിത ജോബി, TK ഷാരി, മണ്ഡലം ഭാരവാഹികളായ TK ബാബു, KK ഗിരീഷ്, സോഫി ജോജോ, ഷിജി ഹരിലാൽ, ബൈജു വാവക്കാട്, വർഗീസ് ചൂളപ്പറമ്പിൽ, മനോജ് K ദാസ്, TG സഹജൻ, ഹരി കാനാടി, പ്രമോദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ശ്രീരാജ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിൻസി സോളമൻ, ബ്ലോക്ക് ഭാരവാഹികളായ KM ബാബു, VR അനിരുദ്ധൻ, ഉഷ ലക്ഷ്മണൻ, PP നിഷാദ്, AM അമീർ, ശശികുമാർ, PC നീലാംബരൻ, പ്രദീപ് മങ്ങാടൻ തുടങ്ങിയ നൂറുകണക്കിന് നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മധുലാൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം ചെയർമാൻ ശ്രീ രഞ്ജിത്ത്, മറ്റ് ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ പഞ്ചായത്തിലേക്ക് വരുന്ന ഈ നാട്ടിലെ ഒരാൾക്ക് പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി പോലും നൽകാൻ പറ്റാത്ത ഒരു മുടിഞ്ഞ തറവാടായി ഈ പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലഘട്ടമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കയ്യിലിരുന്ന് ഇതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള അന്ധത മൂലം നശിച്ച കുറേ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ ഒരു പ്രദേശമാണ് പറവൂര്. ഇന്ന് അതിന് വലിയ ശാപമോക്ഷം ലഭിച്ചു. വടക്കേക്കരക്കും ശാപമോക്ഷം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കയ്യിൽ നിന്ന് എന്നാണോ നാട് രക്ഷപ്പെടുന്നത് അന്ന് മാത്രമാണ് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയുള്ളൂ. അത് വടക്കേക്കരയിലും അത് സംഭവിക്കും, ഒരു സംശയവും വേണ്ട. ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വരികയാണ്. ഇത്രയധികം നാട് പുരോഗമിച്ചിട്ടും നാട് വളർന്നിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി ഈ പഞ്ചായത്തിൽ നടക്കും. റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, അതുപോലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് അനവധി കാര്യങ്ങൾ, പാവപ്പെട്ട ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യത്തിലും യാതൊരു പുരോഗതിയും യാതൊരു തരത്തിലുള്ള നീതീകരിക്കാൻ കഴിയാവുന്ന നടപടിയും എടുക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി. എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം ഈ നാടിന്? ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകൾ സഞ്ചരിക്കുന്ന റോഡുകളാണ്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയില്ലായ്മ കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾ, അവരുടെ വിഹിതങ്ങൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുകയാണ്. സ്വാഭാവികമായും കിട്ടുന്ന പണം കൊണ്ട് കരാറുകാരെ കൊണ്ട് പണിയെടുപ്പിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് അവർ നികുതി കൊടുക്കുന്ന നികുതിദായകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ അതുപോലും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്തിനാ വെറുതെ ഇവിടെ വന്നിരിക്കുന്നത്? ഇതിനും ഭേദം രാജിവെച്ച് പോകലല്ലേ? ഒരു തരത്തിലും ഒരു റോഡ് പോലും ഇപ്പോൾ ഇവിടെയുള്ള പഞ്ചായത്തിലെ
വിവിധ വാർഡുകളിൽപ്പെട്ട വാർഡ് അംഗങ്ങൾക്ക് അവരുടെ ഗ്രാമസഭാ യോഗം കൂടി പ്രയോറിറ്റി തീരുമാനിച്ച് ഓരോ പദ്ധതികളും നടപ്പിലായ അതിൻ്റെ ഭരണാനുമതികൾ ലഭിച്ചിട്ട് പോലും ആ റോഡുകൾ ചെയ്തു തീർക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഇവിടെ പറയുന്ന കരാറുകാർക്ക് കാശ് കൊടുത്തിട്ടില്ല. എല്ലാവരും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഏത് കരാറുകാർക്ക് കാശ് കൊടുത്തിട്ടുള്ളത്? 24,000 കോടി രൂപ കേരളത്തിലെ കരാറുകാർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. സർക്കാർ കൊടുക്കുന്നില്ല. ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളെല്ലാം നിലച്ചിരിക്കുകയാണ്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടാവുന്നത്ര പണം സ്വരൂപിച്ച് കരാറുകാർക്ക് കൊടുപ്പിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് വർക്കെടുപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം അതാത് ഭരണസമിതികൾക്കാണ്. എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്? ഇപ്പോൾ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചപ്പോൾ ഇന്നലെ ഇവിടെ കരാറുകാരുടെ യോഗം വിളിച്ചെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ ഒരു പഞ്ചായത്ത് അംഗം എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കരാറുകാരനും വന്നില്ല. അപ്പോൾ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചാൽ മാത്രമാണ് കരാറുകാരെ വിളിച്ച് നിങ്ങൾ ചർച്ച നടത്തുള്ളൂ. നിങ്ങൾക്ക് എത്രയോ പ്രാവശ്യം ഇത് ചെയ്യാമായിരുന്നു. ഈ പദ്ധതികൾ എത്രയോ നേരത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാമായിരുന്നു. ജനങ്ങൾക്ക് അവരുടെ ആവശ്യം ഒരു നല്ല റോഡാണ്. ടാക്സ് കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ബിൽഡിങ്ങിന് ടാക്സ് കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിച്ചു. ഈ വർഷവും സാമ്പത്തിക വർഷവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ബിൽഡിങ്ങിനും ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വീട് എത്ര ശതമാനമാണ് വർദ്ധിപ്പിച്ചത്? എത്ര ശതമാനം? 650 രൂപ കൊടുക്കേണ്ട പെർമിറ്റ് ഫീസ് ഇന്ന് 8,000 ചില്ലാൻ രൂപ കൊടുക്കണം. അത് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും വലിയ നികുതി വർധനവാണ് നാട്ടിലുണ്ടാകുന്നത്. അതനുസരിച്ച് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, പാലങ്ങൾ, ഇതെന്തുകൊണ്ട് ഇതൊന്നും ചെയ്യാത്തത്? ചെട്ടിക്കാട് പാലം അല്ലേ, എത്ര നാളായി ഭരണാനുമതി ലഭിച്ച് ഫണ്ട് വകയിരുത്തി MLA, പ്രതിപക്ഷ നേതാവായിട്ടുള്ള MLA അതിനു വേണ്ടിയിട്ടുള്ള പണം വകയിരുത്തി എല്ലാം ചെയ്തിട്ട് ആ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡുകൾ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്താ ബുദ്ധിമുട്ട്? പാലം വരുന്ന രണ്ട് സൈഡിലും പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ടാണ്. ഇത് ജനങ്ങളല്ലേ ഇത് ഉപയോഗിക്കുന്നത്? ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു പാലമല്ലേ? ഇല്ല, ഒരു ഗുണവും. കുറെ രാഷ്ട്രീയം പറഞ്ഞ്, കുറെ അഴിമതി കാണിച്ച്, കുറെ പണം തിന്ന്, കുറെ പണം സമ്പാദിച്ച് തോന്നിയതുപോലെ നടക്കുന്നതാണോ നാട്ടിൽ ജനപ്രതിനിധി വന്ന് പ്രവർത്തിക്കേണ്ട ആളുകൾ? അത്തരത്തിൽ നടക്കേണ്ട ആളുകളാണ്. അതാണ് ജനം വിലയിരുത്തേണ്ടത്. അങ്ങനെയാണ് ജനത്തിന് മുമ്പിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എത്ര പദ്ധതികൾ ുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യത്തെ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ 2 വർഷക്കാലം, പിന്നീടുള്ള 3 വർഷക്കാലം, 5 വർഷക്കാലമാകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ പദ്ധതിക്ക് വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കുന്ന ഓരോ സാമ്പത്തിക വർഷത്തെയും പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളെല്ലാം വെട്ടിക്കുറച്ച് എല്ലാം നടപ്പിലാക്കാതിരിക്കുക, എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്നുള്ള ഗവേഷണത്തിലാണ് ഇന്ന് സർക്കാരും ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാരും അടക്കമുള്ള ആളുകൾ. സർക്കാരിന് സാമ്പത്തിക പ്രയാസമുണ്ട്. ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല. പണം കൊടുക്കാനില്ല, കരാറുകാർക്ക് പണം കൊടുക്കാനില്ല, മറ്റു കാര്യങ്ങൾക്ക് പണം മുടക്കാനില്ല.